ഒരിക്കൽ കാടിന് തീ പിടിച്ചപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ ഒരു കുരുവി മാത്രം അതിൻ്റെ ചെറിയ കൊക്കിൽ വെള്ളം ശേഖരിച്ച് തീയിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നു. വെള്ളം ഇറ്റിച്ചുകൊണ്ടിരുന്നു. നീ എന്താണ് ഈ ചെയ്യുന്നത്? കുരുവിയെ എല്ലാവരും പരിഹസിച്ചു. പാമ്പും ചോദിച്ചു. ഞാൻ ഈ തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്, കുരുവി മറുപടി പറഞ്ഞു. നിനക്കതിന് കഴിയില്ല, പാമ്പ് പറഞ്ഞു. അപ്പോൾ കുരുവി മറുപടി പറഞ്ഞു, എനിക്കറിയാം. പിന്നെ എന്തിനാണ് നീ ഇത് ചെയ്യുന്നത്? പാമ്പ് ചോദിച്ചു. ഞാൻ എൻ്റെ ഭാഗം ചെയ്യുകയാണ്, കുരുവി മറുപടി പറഞ്ഞു. കുരുവിക്കറിയാം തീയണയ്ക്കാൻ അതിന് സാധിക്കില്ലെന്ന്. എങ്കിലും വെറുതെ ഇരിക്കാൻ ആ കുരുവി തയ്യാറല്ലായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സർവകലാശാല ഓണറി ബിരുദം നൽകി ആദരിച്ച ചടങ്ങിൽ പറഞ്ഞതാണ് ഈ കഥ. ഗാസയിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ ഓർത്തായിരുന്നു ഗാർഡിയോളയുടെ ഈ വാക്കുകൾ. ലോകത്തിൽ മാറ്റം കൊണ്ടുവരാൻ ചെറിയ കൂട്ടത്തിന് എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നവരോട് നമുക്ക് ഈ കഥ പറയാം. ഒരാളുടെ ശക്തി അളവുകളല്ല, മറിച്ച് തിരഞ്ഞെടുപ്പുകളാണ്. മിണ്ടാതിരിക്കാനുള്ള വിസമ്മതമാണ്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയാറില്ലേ? ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ തന്നാലാകുന്ന സഹായം ചെയ്യുന്നത്? അതൊരു പക്ഷേ വലിയൊരു കൂട്ടത്തിനുള്ള പ്രചോദനമായിരിക്കും. അതുകൊണ്ട് എന്നെക്കൊണ്ട് എന്താകുമെന്ന് നിസ്സഹായരാകുന്നതിന് പകരം മുന്നോട്ടിറങ്ങുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയരഹസ്യം.